ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് തനി നാടൻ വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 1.5 കിലോ. ഞാനിവിടെ ചിക്കൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സബോള ഒരു 3 സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മീഡിയം സൈസിലുള്ളത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ഉണ്ടാക്കാനായി 2 ഉണ്ട വെളുത്തുള്ളി, 2 മീഡിയം സൈസ് ഇഞ്ചി, 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയുടെ സ്കിന്നും സീഡും കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. തേങ്ങ പകുതി മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഒരു കൈപ്പിടുത്തം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചതാണ്. കറിവേപ്പില ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, ഉപ്പ്, വെള്ളം. ഇനി മിക്സിയുടെ ചെറിയ ബൗളിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ആദ്യം ചിക്കനിലോട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പരട്ടി ഒരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അതിനായി ചിക്കനിലോട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഒരു 20 മിനിറ്റ് പുറത്ത് വെച്ചാൽ മതി. അതിനുശേഷം ഒരു പാൻ എടുക്കുക. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിലേക്ക് ചിരകി വെച്ച അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ദേ ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആക്കണം. തേങ്ങ വറുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ, നല്ലൊരു മണമാണ്. ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇനി ഇതൊന്നൊന്ന് മാറ്റി വെക്കണം ചൂടാറാൻ. ഇനി മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു പാൻ എടുക്കുക. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ.
അതിലോട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് സബോള ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് സബോള നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മാത്രമാണ് ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. സബോള നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകണ വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയണം. ഇതിലേക്ക് ഈ ഒരു പരുവാകുമ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ കൂടെ ഇട്ട് അതിലോട്ട് ചിക്കൻ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചിക്കൻ വേവിച്ചെടുക്കണം. ചിക്കൻ ഒരു പകുതി വേവാകുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാൻ എടുക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക് നടു കീറിയതും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചിക്കൻ കറിയിലോട്ട് മൂപ്പിച്ചു വെച്ച ഉള്ളി കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നല്ല നാടൻ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമാണ് വരുന്നത്. ടേസ്റ്റ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു ടേസ്റ്റി കറിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.